ഹായ് ഗൈസ്, ഞാൻ അലിൻ ജോസ് പെരേര പ്രസംഗമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. സിനിമയുടെ പേര് ദ സ്പോയിൽസ് എന്നാണ്. അപ്പോൾ സ്പോയിൽസിൻ്റെ റിവ്യൂ പറയുകയാണ്. അപ്പോൾ സ്പോയിൽസ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മഞ്ജിത്ത് ദിവാകറാണ്. അപ്പോൾ മഞ്ജിത്ത് ദിവാകർ സാറ് നേരത്തെ ചെയ്തിട്ടുള്ളത് കൊച്ചി ടു ഷാഹി എന്ന സിനിമ ചെയ്തിട്ടുണ്ട്, സെലിബ്രേഷൻസ്, വൺമുറി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 സിനിമകൾക്ക് ശേഷം ഇത് 4ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ ദ സ്പോയിൽസ് ഒരു വെറൈറ്റി എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന വയസ്സന്മാരായിട്ടുള്ള ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത നിമിഷങ്ങൾ യാഥാർത്ഥ്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ദ സ്പോയിൽസ്. പിന്നെ എടുത്തു പറയേണ്ടത് അഞ്ജലി അമീർ എന്ന നായികയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ട്രാൻസ്ജെൻഡർ കൂടിയായ ബിഗ് ബോസ് താരം കൂടിയായ അഞ്ജലി അമീർ നല്ല രീതിയിൽ തന്നെ വേഷം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സീരിയസും സെൻറ്റിമെൻസും ഇമോഷണൽ നിറഞ്ഞൊരു കഥാപാത്രമാണ്. ഒരു ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രമാണ് അഞ്ജലി അമീർ ചെയ്തിരിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലെങ്കിലും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കഥാപാത്രം. അപ്പോൾ നേരിട്ട് കണ്ടതുമാണ്. അപ്പോൾ പിന്നെ ഇതിൽ നമ്മുടെ പ്രീതി ക്രിസ്റ്റീന പോൾ അഭിനയിച്ചിട്ടുണ്ട് അഞ്ജലി അമീറിൻ്റെ കൂട്ടുകാരിയായിട്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ട് വേഷം കൈകാര്യം ഒരു സിനിമ ഒരു ബോൾഡായിട്ടുള്ളൊരു സിനിമയുടെ ബന്ധപ്പെട്ടൊരു ഫോട്ടോഗ്രാഫി ആക്ടറായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള റോളാണ്. സിനിമ കുറച്ച് കഥ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയ്ക്കുള്ളിലെ കുറച്ച് നെഗറ്റീവ് സൈഡൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ പോപ്പുലർ ആകാൻ വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അത് പബ്ലിസിറ്റി ആക്കുന്നു. പിന്നെ ചാനലുകാർ കുറേ പബ്ലിസിറ്റിക്ക് വേണ്ടി കുറേ സംഭവങ്ങൾ ഹോസ്പിറ്റൽ പരമായിട്ടുള്ള പാവപ്പെട്ടവരുടെ സംഭവങ്ങൾ എടുത്ത് വൈറലാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. അതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ് സിനിമയിലൂടെ മഞ്ജിത്ത് ദിവാകർ എന്ന സംവിധായകൻ വരച്ചു കാട്ടുന്ന. ഇതിൽ കൂടുതലായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അഖിൽ കലാവൂർ ചേട്ടൻ, പിന്നെ രജി, പിന്നെ ശ്രുതിക, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമ കൂടിയാണ് ഈ സിനിമ. കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു വ്യത്യസ്തം നിറഞ്ഞൊരു മേക്കിംഗ് ആണ് ഇതിൻ്റെ സവിശേഷത. എല്ലാ ഫ്രെയിമും നല്ല രീതിയിൽ തന്നെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും എല്ലാം വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ പൊതുസമൂഹത്തിലെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ മാറ്റി നിർത്തുന്ന പതുകൊണ്ട് അതൊക്കെ ഈ സിനിമയിൽ വരച്ചു കാട്ടുന്നുണ്ട്. ട്രാൻസ്ജെൻഡറായിട്ട് തന്നെയാണ് സിനിമയിൽ നമ്മുടെ അഞ്ജലി അമീർ അഭിനയിക്കുന്ന കഥാപാത്രവും. അപ്പോൾ അതൊരു വ്യത്യസ്തം നിറഞ്ഞ കഥാപാത്രമാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡറിനെ കാണുമ്പോൾ കുപ്പി ഗ്ലാസ് മാറ്റിയിട്ട് സാധാരണ പേപ്പർ ഗ്ലാസ് വെക്കുന്നു. അതേപോലത്തെ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കി കാണിക്കുന്ന ഒരു സിമ്പിള് ലോജിക്കൽ സിനിമയാണ് ഇത് ദ സ്പോയിൽസ്. ഈ അടുത്തിറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഇറങ്ങിയത് കടകൻ, ആനന്ദപുരം ഡയറീസ്. അപ്പോൾ അതിനോടൊപ്പം ഇറങ്ങിയ സിനിമയായിരുന്നു ഈ ദ സ്പോയിൽസ്. തിയേറ്ററിൽ ആളുകൾ പൊടി ഉണ്ടായില്ല പടം കാണാനായിട്ട് അധികം. അപ്പോൾ അത് തന്നെ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പടത്തിന് ആൾ കയറണം. ഇങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സിനിമ നിങ്ങൾ വിജയിപ്പിക്കണം. അഞ്ജലി അമീറും പോലുള്ള ഒരു ബിഗ് ബോസ് താരം കൂടിയാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 1 ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു അഞ്ജലി അമീർ. അപ്പോൾ സീസൺ 1 കണ്ടതാണ്. അഞ്ജലി അമീറിൻ്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ ഉഗ്രനായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കപ്പ് കിട്ടിയില്ല? കപ്പ് ഒരാൾക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ. അഞ്ജലി അമീർ കാണാനായിട്ട് സുന്ദരിയാണ്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴും ഇതിൽ ശബ്ദ മികവ് കൊണ്ടാണെങ്കിലും എടുത്തെടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. പാവപ്പെട്ട വൃദ്ധനായിട്ടുള്ള ആളെ സ്വന്തം ഫ്ലാറ്റിൽ വിളിച്ച് താമസിക്കാനുള്ള ധൈര്യം കാണിക്കുന്ന 2 പെൺകുട്ടികളുടെ ഒരു ബന്ധങ്ങളാണ് സിനിമയിലൂടെ വരച്ചു കാട്ടുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കുക, പിന്നെ കുട്ടികളോടും പോയി സഹായിക്കുക, അങ്ങനെയുള്ള ഒരു നന്മയാർന്ന ഒരു സിനിമയാണ് ദ സ്പോയിൽസ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കുറേ പേര് പൈസക്കാർ പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കുമല്ലോ ഉച്ചനേരത്ത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ചിലർക്ക് കൊടുക്കാണ്ടിരിക്കുക, ചിലരെ ജാതിപരമായിട്ടും താഴ്ന്നവരായിട്ടും കാണാനായിട്ട് അപമാനിക്കുക, അതൊക്കെ സ്ക്രീനിൽ കാണിക്കുന്ന പുതുമയായിട്ട് തോന്നുന്നുണ്ട്. ഇന്നത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് കാണിക്കുന്ന. സർക്കാർ ഹോസ്പിറ്റലുകളിലെ പ്രശ്നങ്ങൾ, എറണാകുളം ജില്ലയ്ക്ക് കുഴപ്പമില്ല, കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ നടക്കുന്ന ദുരിതപരമായിട്ടുള്ള നെഗറ്റീവ് സൈഡാണ് പുറം ലോകത്തിലേക്ക് ഈ സിനിമ ദ സ്പോയിൽസ് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മഞ്ജിത്ത് ദിവാകർ എന്ന ഡയറക്ടറിന്റെ ഒരു നല്ലൊരു ഡയറക്ഷൻ ഇതിൽ എടുത്ത് പറയാം. ഓരോ ഫ്രെയിമിലാണെങ്കിലും കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള ആളുകളാണ് വെച്ചിരിക്കുന്നത്. മുഹമ്മദ് അബ്ദുള്ള റഹീം എന്ന് പറഞ്ഞ ആക്ടറും പ്രൊഡ്യൂസറും മുഹമ്മദ് അബ്ദുള്ളയാണ്. അപ്പോൾ മുഹമ്മദ് അബ്ദുള്ള റഹീം എന്ന പ്രൊഡ്യൂസറിന്റെ ഒരു കഠിനാധ്വാനം ഈ സിനിമയിൽ വരച്ചാക്കുന്നത്. BGM ആണെങ്കിലും രസമായിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് അധികമൊന്നും ഇല്ലെങ്കിലും ഉള്ള മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ 2 സുഹൃത്തുക്കൾ പെൺകുട്ടികൾ അത് ഫ്ലാറ്റിൽ താമസിക്കുന്നു. അപ്പോൾ
ഒരു വയസ്സായിട്ടുള്ള വൃദ്ധനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്ലാറ്റിലെ താമസിക്കുന്ന അടുത്ത നെയ്ബേഴ്സിന്റെ ഒരു അസ്വസ്ഥത കുറവും അവരുടെ ഒരു സൗമ്യത കുറവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുള്ള കാലത്ത് അതൊക്കെ സിനിമയിൽ വരച്ച് കാട്ടുമ്പോൾ പൊതുസമൂഹത്തിന് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിമ്പിൾ ലോജിക്കൽ എന്റർടൈൻമെന്റ്, ഇമോഷണൽ എന്റർടൈൻമെന്റ് ആണ് സിനിമ. പിന്നെ ഇതില് ഈ വയസ്സന് എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ട് ജീവിക്കണമെന്ന് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്, ആരും ഇറക്കി വിട്ടതല്ല. ചിലരെ മാത്രം വീട്ടിൽ നിന്ന് അടിച്ചു തള്ളി പുറത്താക്കാറുണ്ട്. പക്ഷെ ചിലര് സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സ് നൊന്ത് ഇറങ്ങിപ്പോയ ഒരു വൃദ്ധനാണ് ഇതിൽ മുഹമ്മദ് അബ്ദുള്ള റഹീം എന്ന വ്യക്തി ക്യാരക്ടറിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിമ്പിള് നമ്മുടെ മഞ്ജിത്ത് ദിവാകറിന്റെ ഒരു സിമ്പിൾ ലോജിക്കൽ എന്റർടൈൻമെന്റ് ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. കടകനും ആനന്ദവരം ഡയറീസും തിയേറ്ററിലുണ്ട്. അപ്പോൾ ഈ പ്രേമയുഗം, പ്രേമലു, അപ്പോൾ അതുപോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സിമ്പിൾ സിനിമയാണ്. ചെറിയ വലിയ സിനിമയെന്ന് തന്നെ പറയാം. ഈ ഒരു നിത്യജീവിതത്തിൽ നമുക്ക് ന്യൂസ് പേപ്പറിൽ മാത്രം കണ്ടുപോകുന്ന സംഭവങ്ങളെ യാഥാർത്ഥ്യവൽക്കരിച്ച് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയാണ് മഞ്ജിത്ത് ദിവാകർ. പിന്നെ ഇതില് അഞ്ജലി അമീർ നല്ല ക്ലീൻ ആയിട്ട് കഥാപാത്രത്തെ വരച്ചു കാട്ടുന്നുണ്ട്. ഓരോ ഫ്രെയിമിലും അഞ്ജലി അമീർ ആയിക്കോട്ടെ, നമ്മുടെ ക്രിസ്റ്റി ആയിക്കോട്ടെ, നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റീനെയൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീതി ക്രിസ്റ്റീനെയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി സിനിമ നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് ദ സ്പോയിൽസ്. അപ്പോൾ ദ സ്പോയിൽസ് എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് 2 തവണയെങ്കിലും തീർച്ചയായിട്ടും മാതാപിതാക്കളെയും കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു മസ്റ്റ് വാച്ചബിൾ സിനിമ. അപ്പോൾ അലിൻ ജോസ് പെരേര റിവ്യൂ കഴിഞ്ഞു. അപ്പോൾ ദ സ്പോയിൽസ് എന്ന മഞ്ജിത്ത് ദിവാകർ അഞ്ജലി അമീർ സിനിമയ്ക്ക് റിവ്യൂ മാർക്ക് 5ൽ 4.